എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും അഗ്നിപരീക്ഷ അതിൻ്റെ എപ്പിസോഡ് 14 റിവ്യൂയിലേക്ക് സ്വാഗതം. എൻ്റെ പൊന്നടാവേ, എന്നാ വെറുപ്പീരായിരുന്നു ഈ ഒരു എപ്പിസോഡ്. ആ ഒരു വെറുപ്പീര് ചിലപ്പോൾ എൻ്റെ ഈ റിവ്യൂവിനകത്ത് പ്രതിഫലിക്കും കേട്ടോ. വെറുപ്പീരെന്ന് പറഞ്ഞാൽ ദ എക്സ്ട്രീം വെറുപ്പീർ ഓഫ് ദ ഇയർ, ആ സാധനമായിട്ടാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് ഫീൽ ചെയ്തത്. അതിൻ്റെ കാരണം ഞാൻ പറയാം. അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ബിഗ് ബോസ് ടോപ്പിക് ഇഷ്ടപ്പെടുന്നവരും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, നല്ല മനസ്സിൻ്റെ ഉടമകളാണെങ്കിൽ ഒന്ന് ലൈക്ക് തരിക, ഒരു ഹൈപ്പ് തരിക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് തോന്നുന്നൊരു അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക, സഭ്യമായ ഭാഷയിൽ മാത്രം. ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ മറ്റൊരു ചാനലിലോട്ട് കൊളാബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ അതിൽ വ്ളോഗൊക്കെ ആയിരിക്കും. സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ അതിലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക. നല്ലവരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, നമുക്ക് നേരെ വീഡിയോയിലാക്കും. ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചത് ഷിജുലാലും ഷാമോനും കൂടെ അവർ തമ്മിലുള്ള എന്നൻപനെ പോലാരുമില്ല ഇന്ത ഭൂമിയിലെ ഈ ഒരു സാധനത്തിലാണ് ഈ എപ്പിസോഡ് അവസാനിച്ചത്. അപ്പോൾ ഇന്ന് തുടങ്ങുന്നതും അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് തന്നെയാണ്. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്ന പോലെ ഷാമോനും ഷിജുലാലിനും വെച്ചത് കൊണ്ടത് മറ്റൊരു ടീമിനാണ്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ആദ്യം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ നമ്മുടെ പ്രിയങ്കരിയായ രഞ്ജിനി പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ആദ്യം ഗണപതി അടിച്ചു തുടങ്ങണമല്ലോ, നമുക്ക് തുടങ്ങാം. അവരുടെ സൽസ്വഭാവി സർട്ടിഫിക്കറ്റ് കാണിക്കാനോ, അവരുടെ ഏറ്റവും മികച്ച ഫ്രണ്ട്ഷിപ്പ്, ഞാനാണ് ഏറ്റവും മികച്ച ഫ്രണ്ട് എന്ന് നെറ്റിയിൽ ഒട്ടിച്ച് നടക്കാനോ, ബേസിക്കലി അവർ ചെയ്തിരിക്കുന്നത് ഞങ്ങളെ ആടിനെ പട്ടിയാക്കുന്നൊക്കെ പറയില്ലേ. ഇതിൽ ആരാ പട്ടി? ആടിനെ പട്ടിയാക്കാനൊക്കെ അവർ ശ്രമിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഈ ഷിജുലാലിനിട്ടും ഷാമോനിട്ടും പണിഞ്ഞ് തൂക്കണവരെ ഈ ഒരു മൈൻഡ് സെറ്റിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ബിഗ് ബോസിൻ്റെ പിന്നണി പ്രവർത്തകരുടെ ചെവിക്കല്ലിൽ അടിക്കുന്നവരാണ് അവരിന്ന് മത്സരിച്ചത്. കാരണം അതിവിദഗ്ധമായി അവർ തോറ്റു. അവർ ജയിച്ചെങ്കിൽ ഇന്ന് ബാക്കി അവർക്ക് പണിയായിട്ട് കിട്ടത്തുള്ളായിരുന്നു. ടാസ്ക് ലെറ്ററൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതല്ലേ. അപ്പോൾ ഈ ഇന്നത്തെ ടാസ്കിലൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ കാണുന്നവരെല്ലാം രണ്ടായിട്ട് ഇവരുടെ സൗഹൃദത്തിൻ്റെ പേര് തിരിയണം. അപ്പോൾ ഒന്നാമത്തെയാണ് നമ്മുടെ എൽദോയും ഷിബിനയും, രണ്ടാമത്തതാണ് നമ്മുടെ പൂജയും സോനയും, മൂന്നാമത്തതാണ് നമ്മുടെ ഷിജിലാലും ഷാമോനും. അവരോട് ആദ്യമേ പറഞ്ഞു കേട്ടോ, നിങ്ങളൊരു ടീമിലിടണം. അടുത്ത ടീം ഇതാണ്ട് ഇവർ രണ്ടും കൂടാണ്. നമ്മുടെ ഹലോ ലിട്ടോ അവിടെ പോയി. അതിനുശേഷം ഇവർ രണ്ടും കൂടെ താഷിയും അഫിയാനാസും കൂടെ ചേർന്നു. അതിനുശേഷം ഇവർ രണ്ടും കൂടെ ചേർന്നു. ഇതാണ് ടീം. ഈ ടീമിനെ വെച്ചിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ മുമ്പിലേക്ക് വരണം. ഒരു കളം വരച്ചിട്ടുണ്ട്, ആ കളത്തിൽ കയറി നിൽക്കണം. രണ്ടാമത്തെ ആൾ മറ്റേ ആളുടെ തോളത്ത് കയറി നിൽക്കണം. അങ്ങനെ തോളത്ത് കയറി നിൽക്കുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ നേരം ഇങ്ങനെ സുഹൃത്തിൻ്റെ മറ്റേ ഭാരം തോളിൽ ചുമന്നുകൊണ്ട് നിൽക്കുന്ന ആൾ ജയിക്കും. ഇതാണ് സെറ്റപ്പ്. ഇതിനകത്ത് മറ്റൊരു ടെസ്റ്റും കൂടെ ഉണ്ട്. ഈ ചുമന്നുകൊണ്ട് നിൽക്കുന്നവനല്ല, മണ്ടക്കിരിക്കുന്നവനെ ജയിക്കുന്നത്. ഇത് ഇവർ ചിന്തിച്ചെന്താണെന്നറിയോ, ഷിജുലാൽ ഷാമോൻ ജയിക്കും, ഷിജുലാൽ മണ്ടക്കിരിക്കുന്നു. അപ്പോൾ ഒരു പണിയും ചെയ്യാതെ ഷിജുലാലിന് വിന്നറാവുന്നു, ഷാമോൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പരാജയപ്പെടുന്നു. അപ്പോൾ അവർ തമ്മിലൊരു ഈഗോ ക്ലാഷ് അതാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ സംഭവം നൈസായിട്ട് പാളിപ്പോയി. ആദ്യമേ തന്നെ ഇതിനകത്ത് ഇവർ തമ്മിൽ ഫ്രണ്ട്സ് അല്ല, സോനയും പൂജയും ഫ്രണ്ട്സ് അല്ല. അതുപോലെ തന്നെ ഈ ലോലിറ്റയും ഈ പുള്ളിക്കാരും ഫ്രണ്ട്സ് അല്ല. അതുകൊണ്ട് അവർക്കൊന്നും അങ്ങനെ വലിയ മറ്റേ ഭാരം ചുമക്കുന്നവനിക്കും ആ സാധനം വേണമെന്ന് അവർക്ക് താല്പര്യവും ഇല്ല, സ്വാഭാവികം. അതുകൊണ്ട് ആദ്യം തന്നെ ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവർ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിലല്ല ഈ ഒരു ടാസ്ക് ചൂസ് ചെയ്തത്. സൈസ് ഉള്ളവൻ സൈസ് ഇല്ലാത്തവൻ, സൈസ് ഉള്ളവൻ സൈസ് ഇല്ലാത്തവൻ, സൈസ് ഉള്ളവൻ സൈസ് ഇല്ലാത്തവൻ, ഇങ്ങനെയാണ് ഇവർ ചൂസ് ചെയ്തത്. സൈസ് ഇല്ലാത്തവനെ പടലിൽ കയറ്റി അല്ലെങ്കിൽ തൂക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണെന്ന് തോന്നുന്നു ഇത് ചൂസ് ചെയ്യേണ്ട. എല്ലാം നോക്കി അങ്ങനെ തന്നെ ഇവർക്ക് രണ്ടിനും, ഈ സോനയ്ക്കും പൂജയ്ക്കും ലാസ്റ്റ് ആരെയും കിട്ടാത്തതുകൊണ്ട് വക്ക് പൊട്ടിയതും മൂല തിളങ്ങിയതും ഒക്കെ ആർക്കെങ്കിലും കിട്ടണമല്ലോ. അങ്ങനെ ഇവർ രണ്ടും കൂടെ ഒന്നായിട്ട് ഇവർ ഒത്തിരി നേരം ഒന്നും ചുമന്നുകൊണ്ട് നിന്നതുമില്ല. ഞാനും അവളുമായിട്ട് വലിയ ഫ്രണ്ടൊന്നുമില്ല, പിന്നെ ഞാനെന്ത് നീ വെയിറ്റും ചുമന്നുകൊണ്ട് നിൽക്കണം എന്നാണ് സ്വാഭാവികമായിട്ടും ഇവർ ചിന്തിച്ചത്. അങ്ങനെ ഇവർ ആദ്യമേ തന്നെ താഴെ ചാടി എലിമിനേറ്റായി. അതിന് ഇവർ ഈ ഒരു സമയത്ത് സോനയിൽ ഞാൻ കണ്ടൊരു കാര്യം എന്നാണെന്നറിയോ, സോന പെട്ടെന്ന് ട്രിഗറാവും. പക്ഷേ സോനയുടെ പ്രശ്നം മറ്റുള്ളവരെ കൃത്യമായി അനലൈസ് ചെയ്യുന്നുണ്ട്, ആ ഗെയിം കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് എന്തെങ്കിലും മണ്ടത്തരം കാണിക്കും. ഓക്കെ, നമുക്കപ്പോൾ ആദ്യം സോന പറയുന്നത് കേൾക്കാം. ഓൾമോസ്റ്റ് എല്ലാവരും പോയപ്പോൾ വെയിറ്റ് കുറവും വെയിറ്റ് കൂടുതൽ നോക്കി തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആരും ഫ്രണ്ട്ഷിപ്പ് നോക്കിയിട്ടല്ല ഇവിടെ സെലക്ട്. ഏറ്റവും നല്ല ഫ്രണ്ട് എത്ര നേരം കാണാം, ചോറുണ്ടെന്ന് ഒരാൾക്ക് മനസ്സിലാകും. എന്നാ പരിപാടി അത്? ഞാൻ ചപ്പാത്തിയാണല്ലോ എന്നിട്ട് എനിക്ക് മനസ്സിലായല്ലോ സാധനം. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെന്തൊരു വൃത്തികെട്ട എക്സാമ്പിൾ. അങ്ങനെ തന്നെയാണ് അവർ ചൂസ് ചെയ്തതും.
അങ്ങനെ ചൂസ് ചെയ്തതിലൊന്നും പ്രശ്നമില്ല. അവരെങ്ങനെ ചൂസ് ചെയ്ത് കളികൾ മുന്നോട്ട് പോകവേ ഇതിനകത്ത് സംഭവിച്ചൊരു സംഭവബഹുലമായ സംഭവം നമുക്കൊന്ന് കാണാം. എടുത്ത് നിൽക്കുന്നവരില്ലേ, ഒരു കൈ അങ്ങ് വിട്ടേക്ക്, ഒരെണ്ണം ഇങ്ങോട്ട് വെക്കാൻ. ഇത് പാലും വെള്ളത്തിൽ പണിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് എന്തൊരു പണി ഇത്? അതായത് ഒരുത്തൻ നിൽക്കുന്നു, അവൻ മറ്റൊരുത്തനെ ചുമന്നുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഈ വെയിറ്റ് ചുമന്ന് നിൽക്കുന്നവൻ ഈ നമ്മൾ അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോഴത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൈയകലത്തിൽ നിൽക്കൂ, മുമ്പോട്ട് ഒരു കൈയകലത്തിൽ, അതേപോലെ ഒരു കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ താഴെ എടുത്തുകൊണ്ട് നിൽക്കുന്നവൻ ഞാൻ എന്നെ പൊട്ടനാ, മേളിയിരിക്കുന്നവന് സുഖം, എന്തൊരു പരിപാടി അത്? എന്നിട്ട് ഈ മത്സരത്തിൽ ജയിക്കുന്നത് മേളിയിരിക്കുന്നവനും, അപ്പോൾ താഴെ നിൽക്കുന്നവൻ മണ്ടേ. അതെ, ഓക്കെ. എന്നിട്ട് ഇവർ പതുക്കെ നൈസായിട്ട് ഷോയിൽ നിന്ന് ക്വിറ്റായി. രണ്ടാമത് ആദ്യം പൂജയും സോനയും പുറത്തായി. അതിനുശേഷം അഫിയാനാസും ഈ പുള്ളിക്കാരൻ്റെ പേരും മറന്നുപോയി, പുല്ല്, ഈ പുള്ളിക്കാരൻ, ഇവർ രണ്ടും പുറത്തുപോയി. എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഫ്രണ്ട്ഷിപ്പേ ഉള്ളൂ, അത്രയും ചമക്കേണ്ട കാര്യമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഈ എപ്പിസോഡ് വൻ തോൽവിയായിരുന്നു കേട്ടോ, വൻ തോൽവി ഒരു എപ്പിസോഡ്. അതിനുശേഷം മാരാറുടെ ഒരു പ്രസംഗം കേൾക്കാം. നിൽക്കുന്ന ടീമിൽ എടുത്ത് നിൽക്കുന്ന ആൾ പരാജയപ്പെടുകയും മുകളിലിരിക്കുന്ന ആൾ വിജയിക്കുകയും ചെയ്യും. അതെന്നാ കോണാത്തിലെ പരിപാടിയാണ് ഇത്? മറ്റേ കൊട്ടു മൊത്തം ചെണ്ടയ്ക്കും ദുട്ട് മൊത്തം മാരാർക്കും ആ പരിപാടിയാണല്ലോ അത്. കഷ്ടപ്പെട്ട് വെയിറ്റും ചുമന്നുകൊണ്ട് നിൽക്കുന്നവൻ, ദുരിതം അനുഭവിക്കുന്നവൻ, മറ്റവർ വീഴാൻ പോകുമ്പോൾ തലമുടിയെ കയറി പിടിച്ച് വേദന സഹിക്കുന്നവൻ പരാജയപ്പെട്ടവൻ, മേളിൽ കയറി ആനപ്പുറത്തിരിക്കുന്നത് പോലെ ഇരുന്ന് സൂപ്പറായിട്ട് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നവൻ വിജയ് ആയാലും അജിത്തായാലും സൂര്യ ആയാലും അതൊരു നീതിയുക്തമായ പ്രോഗ്രാമായി പോയി. പിന്നെ ബിഗ് ബോസിനകത്ത് മൊത്തവും ലോജിക്കലായ്മയാണല്ലോ, അതുകൊണ്ട് ഞാനതങ്ങ് ക്ഷമിച്ച്. നിങ്ങളുടെ സൗഹൃദം കൊണ്ട് നിങ്ങൾ എടുത്തുയർത്തിയേക്കുന്ന ആൾക്ക് ഇൻഫിനിറ്റി പെൻഡന്റ് ലഭിക്കാം. ഇതിനകത്ത് എനിക്ക് നൈസായിട്ട് സാധനം ഫീൽ ചെയ്ത് കേട്ടോ. ഈ മാരാർ അനൗൺസ് ചെയ്തു മുകളിലിരിക്കുന്ന ആളാണ് ജയിക്കുന്നത്, താഴെ ഇരിക്കുന്ന ആൾ പരാജയപ്പെടും. ഇതിനകത്ത് ഈ ഷിജിനും ലോലിറ്റയും തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ച് ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. അവർ കിട്ടിയ കമ്പനി പോയി ജോയിൻ ആയതാണ്. അപ്പോൾ ഈ മേളിലിരിക്കുന്ന ആൾ ജയിക്കുമെന്ന് പറഞ്ഞു തന്നെ ഷിജിനെ ലോലിറ്റേനെ ഇറക്കി വിട്ടു. എന്നിട്ട് ഷിജിൻ ഒരു ഡയലോഗ് അങ്ങോട്ട് ചാമ്പി, ഒന്ന് കേൾക്കാം. അത് കറക്റ്റ് അല്ലേ പറഞ്ഞേ? അത് കറക്റ്റ് അല്ലേ പറഞ്ഞേ? സാധനം കറക്റ്റ് അല്ലേ? മേളിൽ ഇരിക്കുന്നവരല്ലേ ജയിക്കണ്ടേ? അങ്ങനിപ്പോൾ ഞാൻ ഇന്ത്യയിൽ കഷ്ടപ്പെട്ട് ടാക്സ് അടച്ചിട്ട് പാകിസ്ഥാൻ രക്ഷപ്പെടണ്ട ആ ഒരു സെറ്റപ്പിൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇവ ഇങ്ങനെ ഈ പെങ്കൊച്ചിനെ ലോലിറ്റേനെ മണ്ടയ്ക്ക് പിടിച്ചോണ്ടിരിക്കുമ്പോൾ ഭാര്യ എവിടുന്ന് പറയുന്നു, മുകളിലിരിക്കുന്നവർ ജയിക്കും, താഴെ നിൽക്കുന്നവർ തോക്കും. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ അമ്പാ അവന് ഞാൻ എന്നതിന് വേണം നമുക്ക് പിടിച്ചോണ്ടിരിക്കുന്നു, ഇറങ്ങി വെച്ചേ എന്നും പറഞ്ഞിട്ട് ഇറക്കി വിട്ടൊരു സെറ്റപ്പാണ് എനിക്ക് ഫീൽ ചെയ്ത്. കൊള്ളാം. ഫസ്റ്റ് ഘട്ടത്തിലേക്ക് പറഞ്ഞത് നമ്മളതിന് വേണ്ടി മെനക്കെടുന്നത് കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്ന ഏറ്റവും മിടുക്കി നമ്മുടെ സോനയും പൂജയും തന്നെയാണെന്ന് തോന്നുന്നു. വെറുതെ കഷ്ടപ്പെടേണ്ട കാര്യം വന്നില്ലല്ലോ. ഇത് ബേസിക്കലി ഇവർ ടാർഗറ്റ് ചെയ്തത് കണ്ട് ഇവരെ രണ്ടിനെയും, ഷാമോനെ ഷിജുലാലിനെയും ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഗെയിം തുടങ്ങിയത്. അങ്ങനെ അവർ മറ്റേ മേളിലും താഴെ രണ്ട് കൈയും ഒക്കെ പിടിച്ചോണ്ടിരിക്കും. മേളിലുള്ളവനും ഒരു കൈ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാൻ പറഞ്ഞു. അടുത്ത കൈ ഇങ്ങനെ വരുന്നത് മുമ്പേ കളി തോറ്റ്. അപ്പോൾ ഇവരെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു എപ്പിസോഡ് മൊത്തം പോയത്. പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ അധികം മുന്നോട്ട് പോകാൻ പറ്റിയില്ല. കാരണം ഷിജുലാൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഷൂവിൻ്റെ കട്ടയുന്നോന്നൊരു സംശയം ഒന്ന് പെട്ടെന്ന് എന്ന് പിടിച്ചപ്പോഴത്തേനും രഞ്ജിനി അത് കാണുകയും ഇവരെ പിടിച്ച് ഔട്ടാക്കുകയും ചെയ്തു. അങ്ങനെ ഈ മത്സരത്തിൽ നമ്മുടെ എൽദോയും ഷിബിനെയും വിജയിച്ചു. അപ്പോൾ നമുക്ക് ആ ഒരു രംഗം ഒന്ന് കാണാം കേട്ടോ. എൽദോയും ഷിബിനെയും ഈ ടാസ്കിൽ വിജയകരമായി വിജയിച്ചു. ഇതിനകത്ത് എൽദോയെ നമ്മളൊന്ന് അനലൈസ് ചെയ്യണം കേട്ടോ. പുള്ളി ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, മാരാരെ പോലെ ഒരു തോറ്റ MLA ആണ്. അതിലുപരി പുള്ളിക്കാരൻ ഏതൊരു ടാസ്ക് കൊടുത്താലും പുള്ളിക്കാരൻ്റെ 100% ഇടുകയും ആ ടാസ്കിനെ ഏത് മുഖേനയും ജയിപ്പിക്കുകയും ചെയ്യുന്നൊരു ഒരു പ്രത്യേകതരം പ്രതിഭാസത്തിലേക്കാണ് ഈ എൽദോ പോകുന്നത്. മാത്രമല്ല ഏത് വിഷയത്തെക്കുറിച്ചും അദ്ദേഹം വളരെ കോൺഫിഡൻറ്റോടെ സംസാരിച്ച് മലത്തിയിടാനും ആൾ റെഡിയാണ്. മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ ഞാനാണ് ഇതിലെ കിടിലം, നീ എനിക്ക് താഴെ എന്ന് പറഞ്ഞ് ഫലിപ്പിച്ച് വെക്കാനും ഈ എൽദോയ്ക്കൊരു സ്കില്ലുണ്ട്. അപ്പോൾ എൽദോയും ഷിബിനെയുമാണ് ഈ ഒരു ടാസ്കിൽ ജയിച്ചത്. ബാക്കി ഒന്ന് കാണാം.
എൽദോയുടെ പരിപ്പിളകി ഷിബിനെ പിടിച്ചോണ്ട്. പക്ഷേ ഇതിനകത്ത് എനിക്കൊരു ഒരു ഫെയർ അല്ലാത്ത എനിക്ക് തോന്നിയത് ഷാമോൻ കറക്റ്റായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. ഇത്രയൊക്കെ തന്നപ്പോഴത്തേനും ഷിജിലാൽ മറ്റേ എൽദോ ഇങ്ങനെയൊക്കെ പിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്നാലും ഇവർക്ക് ഈ ഒരു ടാസ്കിൽ ഇവർ ഉദ്ദേശിച്ചത് ഷാമോനും ഷാമോനും ഷിജിലാലും ജയിക്കുമെന്നാണ് ഈ ബിഗ് ബോസ് ടീം ഉൾപ്പെടെ പ്രതീക്ഷിച്ചത്. അങ്ങനെ ഈ ജയിച്ച ആൾക്കാർക്ക് ഇവരൊരു സ്പെഷ്യൽ സാധനം കൊടുത്തു. ഒന്നാമത്തെ ഫോൺ പൊട്ടി. ഈ പറഞ്ഞ ജയിച്ച ഷിബിനയ്ക്ക് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടുകയും തോറ്റ എൽദോയ്ക്ക് മറ്റേ തോളത്തിൻ്റെയും കൈയുടെയും വേദന മാത്രം മിച്ചമാകുകയും ചെയ്തു. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഈ ഒരു ഗെയിം അവസാനിച്ചത്. അങ്ങനെ ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയ ഷിബിനയ്ക്ക് ഒരു പവർ കിട്ടുന്നു. ആ പവറിലേക്ക് നമുക്ക് വരാം. മാത്രമല്ല ഈ ടാസ്ക് ജയിച്ച ഇവർക്ക് രണ്ടിനും ഒരു കെണിയും കൂടെ കിട്ടി. കെണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ രണ്ടിൻ്റെ കൈ പിടിച്ച് കെട്ടിയിടും. അതാണ് കെണി. രണ്ടിൻ്റെ കൈ പിടിച്ച് കെട്ടിയിട്ടു. എന്നിട്ട് ഇവർ അടുത്ത ടാസ്കിലേക്ക് പോയി. അടുത്ത ടാസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കൈ കെട്ടിയിട്ട് നമ്മൾ ഈ ബിഗ് ബോസിലെ ഐക്കോണിക് ടാസ്ക് എന്ന് അവകാശപ്പെടുന്ന ആ ടാസ്കിലേക്കാണ് പോയത്. ഈ ടാസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 11 12 എന്ന് ഓരോ സാധനം സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ 1 എന്ന് ഞാനാണ് ബിഗ് ബോസിൽ നമ്പർ 1 എന്ന് ചിന്തിക്കുന്നവർ 1ാം സ്ഥാനത്ത് പോയി നിൽക്കണം. 1-ലധികം ആളുകളുണ്ടെങ്കിൽ അവർ തമ്മിൽ ചർച്ച ചെയ്ത് ഞാനാണ് 1ന് എലിജിബിൾ എന്ന് പറഞ്ഞിട്ട് അടുത്തവനെ തള്ളണം. ഇങ്ങനെ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ ഇവരുടെ അർഹതപ്പെട്ട സ്ഥാനങ്ങൾ ചൂസ് ചെയ്യണം. ശരിക്കും അങ്ങനെ അർഹതപ്പെട്ടവരൊന്നുമല്ല, നാക്കിന് സാമർത്ഥ്യമുള്ളവർ ഒന്നിൽ പറഞ്ഞു നിൽക്കും, അല്ലെങ്കിൽ ലെക്കൊണ്ടൊക്കെ നിൽക്കും. അപ്പോൾ ഈ കയ്യിൽ കെട്ട് ഇവർ ബേസിക്കലി വിചാരിച്ചെന്താ, ഷാമോനും ഷിജിലാലും ഈ ടാസ്ക് ജയിക്കും, അവരുടെ കയ്യിൽ പിടിച്ച് കെട്ടും, അവർ രണ്ടുപേരും കൂടെ ഒരു ഭാഗത്തിന് വേണ്ടി ഒരിടത്ത് വേണ്ടി അടി ഉണ്ടാക്കും. അപ്പോൾ ഈ കയ്യിൽ കെട്ടുള്ള നിലവിൽ കെട്ടുള്ള ഷിബിനെയും എൽദോയും ഒരു പൊസിഷന് വേണ്ടിയിട്ട് വേണം മത്സരിക്കാൻ. ഏതെങ്കിലും ഒരു പൊസിഷൻ. അതിൽ ഇവർ രണ്ടും ഒന്നാണ്. ഇവർ രണ്ടും രണ്ടല്ല ഒന്നാണ്. ഒരമ്മ പെറ്റ മക്കളെ പോലെ ഇവരിൽ നിന്ന് മത്സരിക്കണം. പക്ഷേ ഈ ബിഗ് ബോസ് ടീം ശരിക്കും വിചാരിച്ചത് ഷാമോനും ഷിജിലാലും ജയിക്കുന്നു, അവരുടെ രണ്ടിൻ്റെ കയ്യിൽ പിടിച്ച് കെട്ടുന്നു, അവർ രണ്ടും കൂടെ ഒരു സ്ഥാനത്തിൽ ഉറപ്പിക്കുന്നു. ശേഷം ഇവർ പറയുന്നു ഒരാളെ ഈ സ്ഥാനത്ത് നിൽക്കാൻ പറ്റും, രണ്ടാമത്തെ ആൾ പോടാ മറ എന്ന് പറയുന്നു. ഈ പ്ലാൻ എല്ലാം പൊട്ടിച്ചുകൊണ്ടാണ് ഇവർ ജയിച്ചതും. അങ്ങനെ ഇവർ രണ്ടുപേരും 1ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുകയും ചെയ്തു. 1ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചിട്ട് ഇതാണ് 1ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചവരെ: ഷിജിലാൽ, എൽദോ, ഷിബിന, ബാക്കി നിൽക്കുന്നവരാണോ ഷിജിൻ, അഫിയാനസ്. ഇത്രയും പേരാണ് 1ാം സ്ഥാനത്തിന് വേണ്ടി പിടിച്ചത്. 2ാം സ്ഥാനത്തിന് വേണ്ടി പിടിച്ചത് പൂജയും ഈ പറയുന്ന ശ്യാമുമാണ് 2ാം സ്ഥാനത്തിന് വേണ്ടി പിടിച്ചത്. പുറകിൽ ലോലിറ്റയും ഉണ്ടായിരുന്നു. 3ാം സ്ഥാനത്തിന് വേണ്ടി പിടിച്ചത് സോനയും രാകേഷും. 4ാം സ്ഥാനത്തിന് വേണ്ടി പിടിച്ചത് ഷാമോനും. 5ാം സ്ഥാനത്തിന് വേണ്ടി പിടിച്ചത് താഷിയും. താഷിയുടെ പേര് എന്താ പറഞ്ഞത്, താഷി. ഇത്തരം പേരാണ് പിടിച്ചത്. ഇതിനകത്ത് 4, 5 സ്ഥാനങ്ങളിൽ മത്സരങ്ങളില്ല. സോ അവർക്ക് ആ സ്ഥാനം ഉറപ്പിച്ചു. 1, 2, 3 മത്സരിക്കുന്നത്. അങ്ങനെ ഇവർ മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണമായി. ഇവർക്കിടയിൽ സംഭാഷണം 1ാം സ്ഥാനത്തിനും 2ാം സ്ഥാനത്തിനും വേണ്ടിയുള്ള സംഭാഷണം കേട്ടപ്പോഴുണ്ടല്ലോ, എനിക്ക് പണ്ട് നമ്മളിങ്ങനെ സ്കൂളിൽ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോഴത്തേനും ടീച്ചർമാർ പറയും, ഇതെന്താണ് ചന്തയോ? ആ സെറ്റപ്പാണ് എനിക്ക് തോന്നിയത്. ഒരു കിടുങ്ങമണിയും മനസ്സിലായിട്ടില്ല. കിണി 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 എന്ത് അരോചകമായിരുന്നു പണ്ടാരം. എൻ്റെ പൊന്ന് ബിഗ് ബോസ് ടീമെ, മാരാരെ, രഞ്ജിനി ചേച്ചി, റിയാസെ, ഇവരുടെ ഈ മൈക്കൊന്ന് കട്ട് ചെയ്യാൻ എന്തിനു പോപ്പുണ്ടോ? കിണി 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 എന്തൊരു എന്നാൽ ഈ പറയുന്നതിനകത്ത് വല്ല പോയിന്റ് കൊണ്ടോ? ഒരാളെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇത് ബസർ അടിക്കുന്നതിന് മുമ്പ് ഇവർ ഏതെങ്കിലും സ്ഥാനത്തിൽ ഉറയ്ക്കണം, ഇല്ലെങ്കിൽ എല്ലാത്തിനും പിടിച്ച് ഔട്ടാക്കി വിടും. എന്നാലും ഇല്ല. 1ാം സ്ഥാനം ഞാൻ തന്നെ, ഈ ഗുലാബ് സിന്ദാബ. 1ാം സ്ഥാനം ഞാൻ തന്നെ, ഈ ഗുലാബ് സിന്ദാബ. ഇത് തന്നെ വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടി, നിനക്ക് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടി. പറയുന്ന സാധനങ്ങൾ പകുതി മനസ്സിലാകുന്നത് പോലുമില്ല. അങ്ങനെ ഇത്രയും പേരിൽ നിന്നും ഇവരെല്ലാവരും കൂടെ ചൂസ് ചെയ്ത് ഷിബിനെയും എൽദോനെയും ഒരുപാട് ആൾക്കാർ കൈപൊക്കി. 1ാം സ്ഥാനത്ത് അവർ 1ാം സ്ഥാനത്തുള്ളവർ കൈപൊക്കും എന്ന് പറഞ്ഞപ്പോഴത്തേനും മെജോറിറ്റി ആളുകളെ കൈപൊക്കി. എൽദോനെയും ഷിബിനെയും 1ാം സ്ഥാനത്തും, ശ്യാമിനെ 2ാം സ്ഥാനത്തും, സോനേനെ 3ാം സ്ഥാനത്തും, ഷാമോനെ 4ാം സ്ഥാനത്തും, താഷീനെ 5ാം സ്ഥാനത്തും, ഷിജുലാലിനെ 6ാം സ്ഥാനത്തും, പൂജനെ 7ാം സ്ഥാനത്തും, രാകേഷിനെ 8ാം സ്ഥാനത്തും, ലോലിറ്റന് 9ാമതോ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ലോലിറ്റന് 9ാമതും, അഫിയാനാസിനെ 10ാമതും, 11ാമത് ആരുമില്ല. ഈ പുള്ളിക്കാരനെ 12 ആക്കിയിട്ടു. അതിനുശേഷം ഈ 11 വേക്കൻ്റ് ആകാൻ പാടില്ലല്ലോ. ഈ കയ്യിൽ കെട്ടുള്ള ഈ 2 പേരും കൂടെ നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത്
ഒരാൾ 1-ാം സ്ഥാനത്തും മറ്റൊരാൾ പോയി 11-ാം സ്ഥാനത്ത് നിൽക്കാൻ പറഞ്ഞു. എനിക്ക് ഷിബിനയോടൊരു എതിർപ്പുണ്ട് കേട്ടോ. കാരണം ഷിബിനെ എടുത്ത് തോളത്ത് വെച്ചു അത്രയും സ്ട്രെയിൻ അനുഭവിച്ച് ഷിബിനെ ജയിപ്പിച്ച് ഷിബിനയ്ക്ക് ഇൻഫിനിറ്റി പെൻഡൻറ്റ് മേടിക്കാനായിട്ട് വഴിതെളിച്ച ഒരാളാണ് എൽദോ. ആ എൽദോയ്ക്ക് 1-ാം സ്ഥാനം അദ്ദേഹം എലിജിബിൾ ആയിട്ട് കൂടി അത്രയും അധികം തവണ അദ്ദേഹം ഈ ഇൻഫിനിറ്റി പെൻഡൻറ്റ് മേടിച്ചിട്ട് കൂടി അവിടെ നിൽക്കുന്നതിൽ മെജോറിറ്റി ആളുകളും എൽദോയുടെ പേര് പറഞ്ഞിട്ട് കൂടി ഷിബിനൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പക്ഷേ ഷിബിനയ്ക്ക് അത് കിട്ടുമെന്ന് അറിഞ്ഞിട്ട് പോലും ഈ എൽദോ കഷ്ടപ്പെട്ട ആ ഗെയിം കളിച്ച് ഷിബിനയ്ക്ക് ഇൻഫിനിറ്റി പെൻഡൻറ്റ് മേടിച്ചു കൊടുത്തു. അതിൻ്റെ ഒരു നന്ദി, ഒരു ഉളുപ്പ്, ഒരു ലേശം ദയ, ഒരു കരുണ, ഒരു കിണ്ടിയില്ലേ? ചേട്ടൻ ജയിപ്പിച്ചു എന്നൊക്കെ ഉള്ള സത്യമോ, പക്ഷേ ഞാൻ തന്നെ 1-ാം സ്ഥാനം ഞാൻ തന്നെ. അങ്ങനെയാണ് ഈ പുള്ളിക്കാരി 11-ാം സ്ഥാനത്തിലേക്ക് പോകുന്നത്. ആ മെജോറിറ്റി ആളുകൾ 1-ാം സ്ഥാനത്ത് എൽദോ ആണ് എന്ന് അവകാശപ്പെട്ടു. ഇതിനകത്ത് നിങ്ങൾക്ക് ആരെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റുകളായിട്ട് ചെയ്യൂ കേട്ടോ. അങ്ങനെ ഈ ഒരു സ്ഥാനങ്ങളിൽ ഉറപ്പിച്ചു. ഇതിൽ 1, 2, 3 സ്ഥാനങ്ങളിലുള്ളവർക്ക് ഒരു പ്രത്യേക പവറുണ്ട്. ആ പവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. അടുത്ത എപ്പിസോഡിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ അവർ പറയട്ടെ, അപ്പോഴേ നമുക്കും പവർ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇനി ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടിയ ഷിബിനയ്ക്കൊരു ചാൻസ് കിട്ടി. ഷിബിനയ്ക്ക് കിട്ടിയ ചാൻസ് എന്തെന്നറിയാമോ? ഇറ്റ്സ് മൈ ടൈം. ആ സ്റ്റേജിൻ്റെ നടുക്ക് കയറി നിന്നിട്ട് ഷിബിനെക്കുറിച്ച് ഓഡിയൻസിനോട് സംസാരിക്കാം. ഇപ്പോൾ വോട്ടിങ്ങിലൂടെ ആണല്ലോ ഈ പണ്ടാരം ജയിക്കുന്നത്. അപ്പോൾ ഷിബിനയ്ക്ക് ഒരു അവസരം കിട്ടി ഇതുപോലെ സംസാരിക്കാൻ. ഷിബിന ആ അവസരം നന്നായിട്ട് ഉപയോഗിച്ചോ? ഷിബിന വൻ ശോകമായിട്ട് വരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. തൻ്റെ മേന്മകളും പുരോഗതികളും നന്മകളും ഈ ഗെയിം പ്ലാനുകളും സ്ട്രാറ്റജികളും താൻ എന്തുകൊണ്ട് മികച്ചത് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഷിബിനെ ഫോക്കസ് ചെയ്ത് ലവൻ കൊള്ളൂല, ഇവൻ ശരിയല്ല, ലവര് കൊള്ളാം, മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലതാണ്. അതിലെന്തിനാണ് ഷിബിനയ്ക്ക് മൈ ടൈം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങളെ ഇന്ന ടാസ്കിൽ തോൽപ്പിച്ചു, നിങ്ങളെൻ്റെ താഴെയാണ്, ഈ ഒരു സാധനമല്ലേ വരുത്തണ്ടേ? ഇത്രയും നാൾ ബിഗ് ബോസ് കണ്ടിട്ട് ഇവർ വലിയ മണ്ടത്തരം ഫൂളിഷ്നെസ് കാണിക്കുമ്പോൾ അതിയായ സങ്കടമുണ്ട്, നല്ല വിഷമമുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇതിനകത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് കഥയുള്ളതായിട്ട് തോന്നിയോ? എനിക്ക് വലിയ കഥയുള്ളതായിട്ടൊന്നും തോന്നിയില്ല. എഡിറ്ററിൻ്റെ കിളി പറന്ന് കാണും. ഈ സാധനം എങ്ങനെ എഡിറ്റ് ചെയ്യും? ആരുടെയെങ്കിലും സൗണ്ട് കേൾക്കുമോ? ഈ ഷിജുലാൽ എന്തൊരു ശോകം വെറുപ്പില്ല, എൻ്റെ പൊന്നടാവേ. ഷിജുലാൽ 6 വെറുപ്പില്ലായിരുന്നു കേട്ടോ, പറയാൻ പറ്റില്ല, അത്രയ്ക്ക് വെറുപ്പില്ലായിരുന്നു ഷിജുലാൽ. പിന്നെ ഇതുപോലെ വെറുപ്പിച്ച ഒരാൾ എനിക്ക് തോന്നുന്നു, ബാക്കി നിങ്ങൾ കമൻറ്റുകളിൽ പറയും വേറെ ആരും അതുപോലെ വെറുപ്പിച്ചെന്ന് നമ്മൾ ഈ പറഞ്ഞത് കേട്ടിട്ട്. ബാക്കി എല്ലാവരും അവർ അർഹതപ്പെട്ടതെന്നും പറഞ്ഞ് വിടയ്ക്കോ ഇതിന്ന് 1, 2, 3 അത്തള പിത്തള തള ചെയ്യും മറിയും വന്ന് വിളക്ക് ഊതി എന്ന് പറഞ്ഞ് ഊതിയിട്ട് ഒരിടത്ത് പോയി നിന്നാൽ മതിയായിരുന്നു. ഈ മെജോറിറ്റി നോക്കിയിട്ടാണ് പോയി നിൽക്കുന്നത്. പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല, കേൾക്കുന്ന ആൾ കൺവിൻസ് ആവില്ല. എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവ് നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ? അതുമില്ല. എല്ലാം വളരെ കഴിവുള്ള ആൾക്കാരാണ് മത്സരിക്കാൻ വന്നിരിക്കുന്നത്. പക്ഷേ ഈ വന്നിരിക്കുന്ന ആളുകൾ ആ കഴിവിനെ ഉപയോഗിക്കുന്നില്ല. നിങ്ങളത് നശിപ്പിച്ച് കളയാണ്. അത് മനസ്സിലാക്കി മുന്നേറി വരും. ചുരുക്കം ചില ആളുകളേ ഉള്ളൂ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും എലിവേഷൻ ഇല്ലായിരുന്നു, അല്ല എലിമിനേഷൻ ഇല്ലായിരുന്നു. അതിന് വരും ദിവസങ്ങളുണ്ടാവും. ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമൻറ്റുകളായി രേഖപ്പെടുത്തു. നാളെ അടുത്ത ബിഗ് ബോസ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.